കോഴിക്കോട് കൊയിലാണ്ടിയിൽ അമിത വേഗത്തിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് കുട്ടി റോഡിലേക്ക് തെറിച്ചു വീണു. കോതമംഗലം GLP സ്കൂളിൽ 1ാം ക്ലാസ് വിദ്യാർത്ഥിനി ആരാധ്യയുടെ കാലിനും കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയുടെ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഷംനയാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. ഷംന, ഒരു നെഞ്ചിടിപ്പോടെ മാത്രം കാണാൻ കഴിയുന്ന ദൃശ്യമാണ്. പറഞ്ഞോളൂ, വാർത്തയുടെ വിവരം എന്താണ്? ധന്യാണേ. പിന്നെ ഇന്നലെയും 2 ദിവസമൊക്കെ ആയിട്ട് നിങ്ങൾ ഓരോ വീഡിയോ കണ്ടിട്ടുണ്ടാവട്ടെ. അതാ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഓട്ടോ അമിത വേഗത്തിൽ പോയിട്ട് ഒരു കുട്ടി താഴെ വീഴുന്നത് കേട്ടോ. എന്റെ മകളുടെ പ്രായം മാത്രമുള്ള ഒരു കുട്ടിയാണത്. അപ്പൊ അതുകൊണ്ട് പ്രതികരിക്കാന്ന് വിചാരിച്ചു. അതായത് ഈ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടികളെ മേലേക്ക് ഇരുത്തുക, എന്നിട്ട് സ്പീഡിൽ കൊണ്ടുപോവുക, സമയം വൈകിയെന്നുകൊണ്ട് കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളിലേക്ക് നമ്മുടെ മക്കളെ ഏൽപ്പിക്കാതിരിക്കുക എന്നതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു സ്കൂൾ ബസ്സില് ഒരു ഡ്രൈവർ, അയാള് നല്ല ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അയാള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡ്യൂട്ടി ടൈമിലടക്കം നിങ്ങൾ എന്തിനാണ് ഈ കുടിക്കുന്നത്? നിങ്ങൾക്ക് കുടിക്കാൻ ഇഷ്ടം പോലെ സമയമില്ലേ? നിങ്ങൾക്ക് ജോലി വേണോ കുടി വേണോ എന്ന് ചോദിക്കുമ്പോൾ കുടിയാണ് നിങ്ങൾക്ക്, പിന്നെ മദ്യപാനമാണോ നിങ്ങൾക്ക് വലുതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മദ്യപിച്ച് വീട്ടിലിരിക്കുക. 6 മാസം പണിക്ക് പോകും, അല്ലെങ്കിൽ 2 മാസം പണിക്ക് പോകും, പിന്നെ ഫുള്ള് കുടിച്ചിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ വ്യക്തിപരമായിട്ട് അറിയുന്നത് കൊണ്ട് പറയുന്നതാണ്. ഈ കുടിയാണ് എല്ലാത്തിനും പ്രശ്നം. ഈ കുടിച്ച ആളുകൾ തന്നെയായിരിക്കും ഈ 2 ഡ്രൈവർമാരെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ മക്കളുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്. അല്ലാതെ ആരാന്റെ അടുത്ത് നമ്മുടെ മക്കളെ വിശ്വസിച്ച് ഏൽപ്പിച്ച നമ്മൾ നോക്കണ പോലെ ആവോ? ഇല്ലാലോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചാലേ നിങ്ങളുടെ മക്കളുടെ ജീവൻ കിട്ടുള്ളൂ. ഞാൻ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് അവരെയും സ്കൂളിലേക്ക് വിടുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ബിസി ആയാൽ പോരെ. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്വത്തും അഭിമാനവും ഒക്കെ ഉള്ളത് നമ്മുടെ മക്കൾ ഉള്ളുമ്പോഴാണ്. ആ മക്കളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ആവശ്യം? അതുകൊണ്ട് പ്രതികരിക്കുക തന്നെ വേണം ഈ ഒരു കാര്യത്തിൽ.